നമസ്കാരം. സിനിമാ അനുഭവങ്ങളിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്ഭുതം എന്ന സിനിമയുടെ മറ്റൊരു സെഗ്മെൻറ്റ്, അതായത് ഇപ്പം അത്ഭുതം എന്ന സിനിമ നവരസങ്ങളിലെ 4-ാമത്തെ രസം. അത് എന്താണ് പ്രമേയപരമായ അതിൻ്റെ പ്രസക്തി? ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യൂത്തനേഷ്യ അല്ലെങ്കിൽ ദയാവധം. അതാണ് ആ സിനിമയിലൂടെ ചർച്ച ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതൊരു അത്ഭുതമാണ്. 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഒരു ക്യാമറയിൽ ചിത്രീകരിച്ച സിനിമയാണ് ലോകത്തിലെ ഒരു അത്ഭുതമായി മാറിയ ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലുള്ള ഈ സിനിമ അത്ഭുതം. ഇനിയും ഈ എപ്പിസോഡിൽ ഈ സിനിമ 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സഹായിച്ച, പിന്നെ ഇതിൽ പെർഫോം ചെയ്ത ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ക്യാമറമാൻ എസ് കുമാർ. കുമാറിൻ്റെ ഒട്ടനവധി സിനിമകളിൽ എൻ്റെ ഏറ്റവും നല്ല സിനിമകളൊക്കെ കുമാർ ചെയ്ത സിനിമകളാണ്. ജോണി വാക്കർ, കുടുംബസമേതം, പൈതൃകം, ഓരോ സിനിമയിലും വീരം, ഇതൊക്കെ കുമാർ ചെയ്ത സിനിമകളാണ്. കുമാറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത്രയും പ്രിസൈസ്ഡ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൻ്റെ ബ്യൂട്ടി ഏത് അവസ്ഥയിലും അതാത് മൂഡനുസരിച്ച് ആ ഫ്രെയിം ബ്യൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ക്യാമറമാനാണ്. കുമാറിന് മുന്നിലേക്ക് ഞാൻ വെച്ച ചലഞ്ചാണ്, നമുക്കിത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ചിത്രീകരിക്കണം, ഒരു ക്യാമറയെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യാൻ കഴിയും? ഒരു മരിക്കാൻ പോകുന്ന ഒരാളുടെ അവസാന കുറച്ച് മണിക്കൂറുകളാണ് സിനിമ. എത്രയും കുറച്ച് സമയം കൊണ്ട് തീർത്താൽ അത്രയും നല്ലത്. അങ്ങനെ കുമാറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് 1000 അടിയുള്ള ഫിലിമുകൾ നമുക്ക് വാങ്ങാവുന്നതും, അങ്ങനെയുള്ള 1000 അടി മാഗസിൻ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ ഉപയോഗിക്കാമെന്നും തീരുമാനിക്കുകയും, അതുപോലെ ഇതിൻ്റെ പാന്തറും അല്ലെങ്കിൽ സ്റ്റഡി ക്യാം പോലെയുള്ള ക്യാമറ എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അത് നമുക്ക് ഓരോ ക്യാമറ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന മറ്റ് ഓരോ എക്യുപ്മെൻറ്റ്സും എങ്ങനത്തെ വേണമെന്ന് തീരുമാനിക്കുന്നതും, പിന്നെ ഇതിൻ്റെ ഓരോ ഷോട്ടിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ നമ്മൾ മൂവ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഫ്രെയിമിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിചാരിച്ച അതേ കോമ്പോസിഷനിലേക്ക് എത്തണം. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും, മൈന്യൂട്ട് ഡീറ്റെയിൽസ് മുഴുവൻ ഓരോ സ്റ്റേജിലും വരച്ചും അതുപോലെ പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്തും നമുക്കൊരു വലിയ പ്രോഡക്റ്റ് നമ്മളുടെ മുന്നിലേക്ക് തരാൻ ഹെൽപ്പ് ചെയ്തത് എസ് കുമാർ എന്ന ക്യാമറമാനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആർട്ട് ഡയറക്ടർ അശോക് എൻ്റെ ആദ്യ സിനിമ വിദ്യാരംഭം അശോകായിരുന്നു. ഭരതേട്ടൻ്റെ സഹോദരി പുത്രനാണ്. തെലുങ്കിലെ ഏറ്റവും തിരക്കുള്ള ആർട്ട് ഡയറക്ടറാണ്. സാബു സിറിൽ എന്ന പ്രശസ്തനായ ആർട്ട് ഡയറക്ടറെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഭരതേട്ടൻ്റെ ഒരു സിനിമയിൽ, അമരം എന്ന സിനിമയിൽ ഒരു ഷാർക്കിനെ ഉണ്ടാക്കാൻ വേണ്ടി ആളെ അന്വേഷിക്കുമ്പോൾ അശോകാണ് ഈ ചെറിയ മിനിയേച്ചറൊക്കെ ചെയ്തുകൊണ്ടിരുന്ന് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ഒരു ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അമരത്തിലെ ഷാർക്കിനെ ഉണ്ടാക്കി, പിന്നെ 1 by 1 ആയി പ്രിയദർശൻ്റെ സിനിമയിലൂടെ സാബു സിറിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ബാഹുബലി ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ചെയ്യുന്ന സാബു സിറിലായി മാറിയത് അശോകിൻ്റെ ഒരു ഇൻവെൻഷനാണ്. അശോകായിരുന്നു ഈ സെറ്റ് ഫ്ലോറിലെ ഒരു കാൽക്കുലേഷനാണ്. അത് വരച്ച് ആ ഫ്ലോറിൽ ആ ഹോസ്പിറ്റൽ ഇൻറ്റീരിയർ, അതായത് അമേരിക്കൻ ഓറിഗോൺ സ്റ്റേറ്റിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റീരിയർ വേണം. അത് ഞാൻ അവിടെ പോയി ഓറിഗോണിൽ പോയി കണ്ടിരുന്നു. അവിടുത്തെ ഹോസ്പിറ്റൽ അതിനേക്കാളിലും ഭംഗിയുള്ള പെർഫെക്ഷനുള്ള ഹോസ്പിറ്റൽ ഇൻറ്റീരിയർ, ICU അന്ന് 2006 ഞങ്ങൾ ചെയ്തു. അതിൻ്റെ ബാക്കി മോബിളായിട്ടുള്ള എല്ലാ വാളുകളും ചെയ്തു. വിസിറ്റേഴ്സ് റൂം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാൽക്കുലേഷനോടുകൂടി ചെയ്ത് ഇന്നത്തെ ആ സിനിമയിൽ കാണുന്ന പെർഫെക്ഷനിൽ കൊണ്ടുവന്നത് അശോകാണ്. അശോക് ഇപ്പോഴും തെലുങ്കിലെ തിരക്കുള്ള ആർട്ട് ഡയറക്ടറാണ്. അതിനുശേഷം ടെക്നിക്കൽ സൈഡിൽ പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് മ്യൂസിക്. ഐസക് തോമസ് കൊട്ടകപ്പള്ളിയാണ് മ്യൂസിക്. ഐസക് ചെയ്തിട്ടുള്ള സിനിമകൾ വളരെ കുറച്ച് സിനിമകൾ ഐസക് ചെയ്തിട്ടുള്ളൂ. അതിനൊക്കെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകളാണ്. ഐസക്കിൻ്റെ ഒരു മ്യൂസിക്കൽ, ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു മ്യൂസിക്കൽ ഫീലുണ്ട്. ഈ കഥ ആദ്യം പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് സിനിമയുടെ വിഷ്വൽസ് കാണിക്കുമ്പോൾ ഏതാണ്ട് അദ്ദേഹം മനസ്സിൽ സെറ്റായിട്ടുണ്ടായിരുന്നു ഐസക് തോമസ്.
അങ്ങനെ ഐസക് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ എഡിറ്റർ ശ്രീകർ പ്രസാദ്. ശ്രീകർ പ്രസാദിന് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും കുറവ് ജോലിയുള്ള സിനിമയായിരുന്നു. കാരണം 12-13 ഷോട്ടുകളേ ഉള്ളൂ. എല്ലാ ഷോട്ടിൻ്റെയും ആദ്യവും അവസാനമുള്ള സാധനങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. കാരണം എല്ലാ സിംഗിൾ ഷോട്ടുകളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും എളുപ്പത്തിൽ ഞാൻ എഡിറ്റ് ചെയ്ത ഒരു സിനിമയിൽ ഇത്രയും വേഗം, പക്ഷേ അത് ഭയങ്കര ഒരു കോൺട്രിബ്യൂഷനാണ്. അതിൻ്റെ ഒരു താളം എന്തായാലും ഈ ഷോട്ടുകൾ തമ്മിൽ കൂടി ചേരുമ്പോൾ ഉള്ളൊരു ഒരു സ്വാഭാവികമായിട്ടുള്ള ഫ്ലോ ഉണ്ട്. അത് ശ്രീകർ പ്രസാദ് നമുക്ക് തന്ന കോൺട്രിബ്യൂഷനാണ്. ഇപ്പം ബാഹുബലി ഉൾപ്പെടെയുള്ള എല്ലാ സിനിമകളും ചെയ്ത് ഇന്ന് മണിരത്നം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധായകരുടെ പ്രിയപ്പെട്ട എഡിറ്ററാണ് ശ്രീകർ പ്രസാദ്. ശ്രീകർ പ്രസാദ് ഇതിൻ്റെ വലിയൊരു കൂടിച്ചേരലാണ് ഈ സിനിമ അത്ഭുതത്തിൻ്റെ. പിന്നീട് നമ്മൾ എടുത്തു പറയേണ്ടത് അതിൻ്റെ തിരക്കഥാ സംഭാഷണം എഴുതിയത് മാടമ്പ് കുഞ്ഞുകുട്ടനാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം, ഒരു 2 മണിക്കൂർ 14 മിനിറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യണമെന്ന് അങ്ങനെ ഒരു സിനിമയല്ല. ആശയം വരുന്നത് ഒരു ദയാവധം വേണമോ വേണ്ടയോ എന്നുള്ള ചിന്തയാണ്. അത് ഭാരതത്തിലോ മറ്റ് എവിടെയുമില്ല. ആകെയുള്ളത് ഒറിഗോൺ സ്റ്റേറ്റിൽ മാത്രമേ ഒന്നും നടന്നിട്ടുള്ളൂ. മറ്റ് പല രാജ്യങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആ സമയത്താണ് ഒറിഗോണിൽ നടന്നത്. ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് നടന്നത് ഒറിഗോൺ സ്റ്റേറ്റിലാണ്. അങ്ങനെ ഞാൻ അവിടെ കാണാൻ പോകുന്നു. മാടമ്പിനോട് ഇത് നടന്ന സ്ഥലത്തെക്കുറിച്ച് പറയുന്നു. അങ്ങനെ മാടമ്പ് ഈ കഥ എഴുതാനിരിക്കുന്നു. അപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു മുറിയിൽ ഒരു രോഗി കിടക്കുന്നു, അല്ലെങ്കിൽ ICUവിൽ രോഗി കിടക്കുന്നു. രോഗിയെ കാണാൻ വരുന്ന മറ്റ് കഥാപാത്രങ്ങളിലൂടെ വേണം, സംഭാഷണത്തിലൂടെ വേണം കഥയും പഴയകാലവും ഒക്കെ ചിത്രീകരിക്കേണ്ടത്. അപ്പോൾ അത് മാടമ്പിനെ പോലൊരാൾ വേറെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പഴമയും പുതുതും ഒരുപോലെ ഉൾക്കൊണ്ടിട്ട് അർത്ഥവത്തായിട്ടുള്ള ഹൈലി ഫിലോസോഫിക്കലായിട്ടുള്ള പല ഡയലോഗുകളും ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അച്ഛൻ മകനോട് പറയുന്ന ഡയലോഗുകൾ, അമ്മ പറയുന്നത്, അങ്ങനെയുള്ള ഓരോന്നും ഇതിൻ്റെ അകത്ത് അർത്ഥവത്തായിട്ടുള്ളതാണ്. എങ്ങനെയാണ് സിനിമ കൺക്ലൂഡ് ചെയ്യുന്നത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ മാടമ്പിൻ്റെ വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് അത്ഭുതം എന്നുള്ള സിനിമ. ഇപ്പോൾ സാങ്കേതിക പ്രവർത്തകരെ കഴിഞ്ഞാൽ പിന്നെ ഇതിലെ ഏറ്റവും വലിയ സപ്പോർട്ട് ആക്ടേഴ്സ് തീർച്ചയായും ഞാൻ എന്നും സമീപിക്കാറുള്ളത് സുരേഷ് ഗോപിയാണ്. എപ്പോഴും ഒരു പരീക്ഷണ ചിത്രം വരുമ്പോഴോ കളിയാട്ടം മുതൽ ഞാൻ സുരേഷിൻ്റെ കൂടെ എപ്പോൾ വിളിച്ചാലും എനിക്കൊരു ഡേറ്റ് ഓഫർ ചെയ്ത് നിൽക്കുന്ന ഒരു ആക്ടറാണ്. പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ സുരേഷിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ഇത് പോസിബിൾ ആണോ ജയൻ ചോദിച്ചതിനോട്. ഞാൻ പറഞ്ഞു അത് നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ സുരേഷ് വരുന്നു. സുരേഷ് ഈ കിടക്കുന്ന ഒരു രോഗിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കൈകൊണ്ട് എഴുതാൻ മാത്രമേ കഴിയുള്ളൂ. അത് എഴുതുന്ന ആ സ്ലേറ്റിൽ എഴുതുന്നത് മറ്റാൾ വായിക്കുന്നു. ഇങ്ങനെയാണ് ആ കഥ പറയുന്ന രീതി. കാരണം ഇവിടെ തുളച്ച് വെൻറ്റിലേറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് സംസാരം പറ്റാത്തത് കൊണ്ടാണ് ആ എഴുത്തിലൂടെ പോകുന്നത്. അപ്പോൾ അങ്ങനെ അത് പെർഫോം ചെയ്യുന്ന ഒരു പെർഫോമർക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള റോളാണ്. സുരേഷിൻ്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും വ്യത്യസ്തമായ അല്ലെങ്കിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു റോളാണ് ഇതിലെ ചന്ദ്രശേഖര വാര്യർ എന്ന കഥാപാത്രം. സുരേഷ് വളരെ മനോഹരമായിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ KPS ലളിത എക്കാലത്തെയും പോലെ ചേച്ചി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ചേച്ചിയുടെ അമ്മ, ചന്ദ്രശേഖര വാര്യരുടെ അമ്മ, ദയാവധം കാക്ഷിക്കുന്ന മകൻ്റെ അമ്മ. ഓർത്ത് നോക്കി, എന്തൊരു നാടകീയമായ മുഹൂർത്തമാണ് അമ്മ. അപ്പോൾ ചേച്ചിയുടെ സ്വസിദ്ധമായ കഴിവുകൾ മുഴുവൻ ഉപയോഗിച്ച് ചേച്ചിയുടെ ആ പെർഫോമൻസ്, നമ്മൾ ആ ഒരു രംഗം, മകനും അമ്മയും തമ്മിലുള്ള രംഗം മറക്കില്ല. അതുപോലെ നെടുമ്പറം ഗോപിച്ചേട്ടൻ, ഞാൻ ഗോപിച്ചേട്ടൻ്റെ മറ്റൊരനുഭവം പറഞ്ഞു. അദ്ദേഹം കാഴ്ച മുതൽ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരിക്കും ചന്ദ്രശേഖര വാര്യരുടെ അച്ഛൻ കഥാപാത്രം. പിന്നീട് നമുക്ക് മറക്കാതെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ് നൗഷാദ് ചെയ്ത നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ നൗഷാദ്
എന്ന ആക്ടർ. നൗഷാദ് അധികം സിനിമയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ നൗഷാദ് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ആക്ടറാണ്. കൂടുതലും ആക്ടിങ് വർക്ക്ഷോപ്പുകളൊക്കെയാണ് നൗഷാദ് ചെയ്യുന്നത്. നൗഷാദ് ഒരു കോമാളിയായിട്ടാണ്, ആ വേഷത്തിൽ തന്നെയാണ് വിസിറ്റേഴ്സ് റൂമിൽ കാത്തു നിൽക്കുന്നത്. നാടകകൃത്ത് എഴുതി വലുതാക്കിയ ഇന്ന് ലോകപ്രശസ്തനായ ഒരു നടൻ അതേ വേഷത്തിൽ വരികയാണ്, വന്ന് അയാളുടെ മുന്നിൽ വീണ്ടും പെർഫോം ചെയ്യുകയാണ് അവസാനമായിട്ട്. അതാണ് ആ ക്യാരക്ടർ. ആ ക്യാരക്ടർ അത്രയും സങ്കീർണമായ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. മമത മോഹൻദാസ്. മമത ആ ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി പെൺകുട്ടി. അവൾ ചന്ദ്രശേഖർ ഭാര്യയാണ്. അതേസമയം വിസിറ്റേഴ്സ് റൂമിൽ വെച്ച് അവൾ റിയലൈസ് ചെയ്യുന്നുണ്ട് മറ്റൊരു പെൺകുട്ടി കൂടി, ഒരു വിദേശ വനിത അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിൻ്റെ കാമുകിയാണെന്ന് അറിയുന്നുണ്ട്. എന്നിട്ടും അവളുടെ ആ ടോളറൻസ്, ആ നിമിഷത്തിലേക്ക് കണക്ട് ചെയ്യുന്ന അവളുടെ അഭിനയ രീതി അല്ലെങ്കിൽ ആ ഒരു സട്ടിലിറ്റി എടുത്ത് പറയേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഒരുപക്ഷെ പരിചിതമല്ലാത്ത ഇപ്പോൾ ക്രിസ്, സ്വീഡനിൽ നിന്ന് വന്നൊരു ആക്ടറാണ്. ക്രിസ്സാണ് ഡോക്ടർ. ആ ഡോക്ടറിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. കാരണം ഈ ജോലിയോടുകൂടി അല്ലെങ്കിൽ ഈ സപ്പോർട്ടിംഗ് മെഷീൻസ് ഓഫ് ചെയ്യുന്നതിലൂടെ രോഗിയുടെ ജീവിതം അവസാനിക്കും. ദയാവധം ലോകത്ത് ആദ്യത്തെ ദയാവധം സംഭവിക്കുന്നു. ഇതോടുകൂടി ഞാൻ എൻ്റെ ഡോക്ടർ ജീവിതവും അവസാനിപ്പിക്കുമെന്ന് പറയുന്ന ഡോക്ടറാണ്. ആ ഡോക്ടറിൻ്റെ കൺഫ്യൂഷൻ അത്രയുണ്ട്. ഞാൻ ക്രിസ്റ്റിനെ കാണുന്നത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഗോവയിൽ നടക്കുന്ന സമയത്താണ്. അവിടെ വന്ന ഒരു ഫിലിം ഒരു ക്രിട്ടിക്കാണ് അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹം പെർഫോം ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ വെച്ച് കണ്ട് ഈ അപ്പിയറൻസ് കണ്ട് ഞാൻ ക്രിസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ഈ സിനിമയിലേക്ക് വന്നുകൂടാൻ ചോദിക്കുന്നു. അങ്ങനെ ക്രിസ് അഭിനയിക്കാൻ വരികയാണ്. മറ്റു പല ആക്ടേഴ്സും നമ്മൾ ഓരോന്നോരോന്നായിട്ട് കണ്ടെത്തിയവരാണ്. അതിൻ്റെ അകത്ത് ഫ്രഞ്ച് ആക്ടേഴ്സ് 1-2 പേരുണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഒരുപാട് ഫോറിൻ ആക്ടേഴ്സുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഇതിൻ്റെ അകത്ത് ഇഴുകിച്ചേരുമ്പോൾ ഇതിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് മറ്റൊരു കഥാപാത്രമുണ്ട്, കാവാലം ശ്രീകുമാർ. തൻ്റെ ബാല്യകാല സുഹൃത്ത്, അതായത് ചന്ദ്രശേഖരൻ്റെ ചെറുപ്പകാലം മുഴുവൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ കാവാലം ശ്രീകുമാറിൻ്റെ കഥാപാത്രത്തിലൂടെയാണ്. അദ്ദേഹം ഒരു കഥകളി ഗായകനാണ്, കഥകളിപ്പദം പാടുന്ന ആളാണ്. അങ്ങനെ അവിടെ നിന്ന് വിളിച്ചു വരുത്തി പഴയ കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും പണ്ട് താൻ പ്രണയിച്ച ഒരു പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നതും പിന്നീട് ഒരു കഥകളിപ്പദം പാടാൻ പറയുന്നതും അവിടെ മരണശയ്യയിൽ കിടന്ന് ആ പദം കേൾക്കുന്നതും ഒക്കെ അന്നേരം സ്പോട്ടിൽ തന്നെ പാടി അഭിനയിക്കുകയാണ് കാവാലം ശ്രീകുമാർ. അങ്ങനെ എന്തൊരു പ്രപഞ്ചം. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും സ്വപ്നം കാണും, പലതും ആഗ്രഹിക്കും, പലതും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അത്ഭുതങ്ങളായി നിലനിൽക്കും. അങ്ങനെ ഒരു അത്ഭുതത്തെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണുകയും അത് അത്ഭുതം യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതാണ് എൻ്റെ ജീവിതത്തിലെ നവരസങ്ങളിലെ 4ാമത്തെ രസം, അത്ഭുതം.